നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. റയൽ മാഡ്രിഡ് ഇതിഹാസമായ ടോണി ക്രൂസ് ഏവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ടായിരുന്നു തന്റെ വിരമിക്കൽ പ്രഖ്യാപനം നടത്തിയിരുന്നത്. ക്ലബ്ബ് ഫുട്ബോൾ ലോകത്തു നിന്നും അദ്ദേഹം ഇപ്പോൾ വിരമിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ്. റയലിനോടൊപ്പം അദ്ദേഹം കളിച്ച അവസാനത്തെ മത്സരം ചാമ്പ്യൻസ് ലീഗ് ഫൈനൽ മത്സരമായിരുന്നു. ആ മത്സരത്തിൽ ബൊറൂസിയയെ പരാജയപ്പെടുത്തിക്കൊണ്ട് UCL കിരീടം സ്വന്തമാക്കാൻ ടോണി ക്രൂസിന് സാധിക്കുകയും ചെയ്തിരുന്നു. 34-കാരനായ ടോണി ക്രൂസ് തന്റെ പ്ലെയർ കരിയർ നേരത്തെ തന്നെ അവസാനിപ്പിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. താരത്തിന്റെ അഭാവം റയലിനെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ ഒരു തിരിച്ചടി തന്നെയാണ്. ക്രൂസിനെ ഈ തീരുമാനത്തിൽ നിന്നും പിന്തിരിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നേരത്തെ തന്നെ റയൽ മാഡ്രിഡ് നടത്തിയിരുന്നു. പക്ഷെ ക്രൂസ് തന്റെ ഈ ഒരു തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു. റയൽ മാഡ്രിഡ് പരിശീലകനായ കാർലോ ആഞ്ചലോട്ടി ഇക്കാര്യത്തിൽ ഒരിക്കൽ കൂടി തന്റെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ഒരൊറ്റ ഫോൺ കോൾ കൊണ്ട് ക്രൂസിന് റയൽ മാഡ്രിഡിലേക്ക് തിരിച്ചു വരാം എന്നുള്ള കാര്യം ഞാൻ അദ്ദേഹത്തോട് തന്നെ പറഞ്ഞു എന്നാണ് ആഞ്ചലോട്ടി പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: നിർഭാഗ്യവശാൽ ടോണി ക്രൂസ് കളി അവസാനിപ്പിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. തീർച്ചയായും അദ്ദേഹത്തിന് അതിനുള്ള സ്വാതന്ത്ര്യവും അധികാരവും ഉണ്ട്. അദ്ദേഹം ജർമ്മൻ ആണെങ്കിലും മാഡ്രിഡ് നഗരത്തിൽ തന്നെ ശിഷ്ടകാലം ജീവിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അദ്ദേഹത്തിന് ഏത് നിമിഷം വേണമെങ്കിലും തന്റെ മനസ്സ് മാറ്റാം. തിരിച്ചു വരാൻ ഒരൊറ്റ ഫോൺ കോൾ മാത്രം മതി. തൊട്ടടുത്ത ദിവസം ഞങ്ങൾ വീണ്ടും തുടങ്ങും. അക്കാര്യം ഞാൻ ടോണി ക്രൂസിനെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതാണ് കാർലോ ആഞ്ചലോട്ടി ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. നേരത്തെ ജർമ്മനിയുടെ ദേശീയ ടീമിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ച താരമാണ് ടോണി ക്രൂസ്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ഖത്തർ വേൾഡ് കപ്പിൽ അദ്ദേഹം പങ്കെടുത്തിരുന്നില്ല. പക്ഷെ സ്വന്തം നാട്ടിൽ വെച്ചുകൊണ്ട് നടക്കുന്ന ഇത്തവണത്തെ യൂറോ കപ്പിന് വേണ്ടി അദ്ദേഹം ജർമ്മനിയുടെ ദേശീയ ടീമിലേക്ക് ഇപ്പോൾ മടങ്ങിയെത്തിയിട്ടുണ്ട്. യൂറോ കപ്പോട് കൂടി ജർമ്മൻ ദേശീയ ടീമിൽ നിന്ന് പിൻവാങ്ങാനും അതല്ലെങ്കിൽ വിരമിക്കാനും അദ്ദേഹം ഇപ്പോൾ തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. കാണാം.